വെടിനിർത്തൽ ലംഘിച്ച് ഇസ്രയേൽ ഗസയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 5 ഹമാസ് അടക്കം 24 പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നാണ് വാർത്ത. അതിനിടയിൽ വെടിനിർത്തൽ കരാർ റദ്ദാക്കുമെന്ന ഹമാസിന്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. വി ജെയിംസ് വരുന്നു. ഗുഡ് മോർണിംഗ് വി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ്കെൻ. ഹായ്. ഇന്ന് ഞായറാഴ്ച. വി ജെയിംസിന് എങ്ങനെയാ ഞായറാഴ്ച? ഞായറാഴ്ചകളിൽ എല്ലാ ദിവസവും ഓഫീസിലുണ്ട് എസ്കെൻ. അപ്പം ഞായറാഴ്ച പ്രശ്നമല്ല എന്നുള്ളതാണോ? പ്രശ്നമല്ലാന്നല്ല, നമുക്ക് എസ്കെൻ നേരത്തെ പറഞ്ഞ പോലെ വർക്ക് ഈസ് വർഷിപ്പ് എന്നല്ലേ പറയുന്നത്. എന്നെ ചിരിപ്പിക്കരുത്. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, വാർത്തയിലേക്ക് വരാം. എസ്കെൻ, ഈ ഇസ്രായേൽ ഗസയിൽ ആക്രമണം നടത്തുന്നത് നിർത്തുന്നില്ലെന്ന് മാത്രമല്ല, ഈ മണിക്കൂറുകളിൽ വലിയ രീതിയിലുള്ള ആക്രമണമാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ 28 പേർ കൊല്ലപ്പെട്ടത്. ഇപ്പോൾ ഇതാ 24 പേർ കൊല്ലപ്പെട്ടു. അതിനിടയിൽ ഇസ്രായേൽ അവകാശപ്പെടുന്ന അതിൽ 5 പേർ ഹമാസിൻ്റെ പ്രവർത്തകരാണ്. അവർ കൊല്ലപ്പെട്ട കാര്യത്തിൽ ഇസ്രായേൽ പറഞ്ഞ അവകാശവാദത്തെ ഹമാസ് തള്ളി പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഹമാസിൻ്റെ ആൾക്കാർ കൊല്ലപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. കാരണം അവർ ഒളിത്താവളങ്ങളിലായിരുന്നു, അവർ ടണലുകളിലായിരുന്നു. കൂടുതലും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോഴും കൊല്ലപ്പെട്ടിരിക്കുന്ന ആൾക്കാരിൽ ബാക്കി 19 പേർ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള സാധാരണക്കാരാണ്. അപ്പോൾ എന്തായാലും ഇസ്രായേൽ ആക്രമണം അതിശക്തമാക്കിയിരിക്കുന്നു. അത് തെക്കൻ ഗസയിൽ, ഗസ സിറ്റിയിൽ അടക്കം പല പ്രദേശങ്ങളിലും വ്യോമാക്രമണം, ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ആക്രമണം നടത്തിയിട്ടുണ്ട്. യുദ്ധവിമാനങ്ങൾ ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇസ്രായേൽ രണ്ടും കൽപ്പിച്ചുള്ള പണിക്കാണ് വീണ്ടും ഇറങ്ങിയിരിക്കുന്നത്. വെടിനിർത്തൽ കരാർ ലംഘിച്ചാണ് എസ്കെൻ 41-42 ദിവസമായി ഈ വെടിനിർത്തൽ കരാർ ഉണ്ടായിട്ട്. ട്രംപ് പറയുന്നത് എല്ലാം ശരിയായി എന്ന് പറയുമ്പോഴും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടക്കമുള്ളവർ, അവിടുത്തെ സിയോണിസ്റ്റുകളായിട്ടുള്ള തീവ്രവാദികൾ സ്മോട്രിച്ചും ബെൻഗീവറൊക്കെ ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന തരത്തിലേക്ക് തന്നെയാണ്. ലെബനനിൽ കയറിയും ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതിനിടയിൽ ഇത് അവസാനിപ്പിക്കാനുള്ള നീക്കവുമായിട്ട് അമേരിക്ക പലതരത്തിൽ രംഗത്തിറങ്ങുന്നുണ്ട്. അതിനൊന്നും മറുപടി പറയുന്നില്ല. ഇതിനിടയ്ക്ക് ഹമാസിൻ്റെ വലിയ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. വെടിനിർത്തൽ കരാർ റദ്ദാക്കും, ഞങ്ങളിനി രംഗത്തിറങ്ങും, ഇനി വെടിനിർത്തൽ കരാറുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. അതിനിടയിൽ ഇസ്രായേലിൽ 3 ഇസ്രായേലി ബന്ദികളെ കൂടിയാണ് വിട്ടുകിട്ടാനുള്ളത്. അതിൻ്റെ പേരിൽ ആയിരക്കണക്കിന് ആൾക്കാർ ഇസ്രായേൽ സർക്കാരിനെതിരെ ബന്ദികളുടെ മോചനം ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട്, ബന്ദികളുടെ മോചനം എന്ന് പറയുന്നത് മൃതശരീരമാണ് ഇനി കിട്ടാനുള്ളത്. ജീവിച്ചിരിക്കുന്ന എല്ലാവരും വിട്ടുകിട്ടിക്കഴിഞ്ഞു. ഇസ്രായേൽ ഒരുപക്ഷെ കാണുന്നത് ജീവിച്ചിരിക്കുന്ന ബന്ദികളെ കിട്ടിക്കഴിഞ്ഞു, ഇനി എന്തുമാവാമെന്ന തരത്തിലേക്ക് ഇസ്രായേൽ മാറിയിരിക്കുന്നു. ഹമാസ് അതിനിടയ്ക്ക് ഇസ്രായേൽ സൈന്യത്തിന് നേരെ വെടിവെച്ചുവെന്നാണ് അവർ പറയുന്ന ഒരു ന്യായം. ഇസ്രായേൽ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം യുദ്ധം അവസാനിച്ചാൽ സുപ്രീം കോടതിയിൽ ഡെമോക്രസിൻ്റെ വാള് പോലെ കിടക്കുകയാണ് ഒരു വലിയ എതിർപ്പ്. അവർ അഴിമതി കേസിൽ ചിലപ്പോൾ ജയിലിൽ പോകേണ്ടി വരുമെന്നുള്ള അവസ്ഥയുണ്ട്. ട്രംപിൻ്റെ ആവശ്യം നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. എസ്കെൻ ഇതിനിടയിൽ വെസ്റ്റ് ബാങ്കിലും കയറി ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ ഗസയിൽ യുദ്ധം തുടരാനാണ് സാധ്യത എന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. അറബ് രാജ്യങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ട്. ഏറ്റവും വലിയ പ്രതിഷേധ പ്രകടനം നടന്നത് ലണ്ടനിലാണ്. എസ്കെൻ ആരെയും അറസ്റ്റ് ചെയ്തില്ല, 90 പേരെ അവിടെ അറസ്റ്റ് ചെയ്തു. പക്ഷേ അയർലൻഡിലെ ബെൽഫാസ്റ്റിൽ നടന്ന ആയിരക്കണക്കിന് ആൾക്കാർ, 2 കൂട്ടരും പലസ്തീന് അനുകൂല പ്രകടനം നടത്തിയതാണ്. അയർലൻഡിൽ ആരെയും അറസ്റ്റ് ചെയ്തില്ല. 90 പേരെ ലണ്ടനിൽ അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇസ്രായേൽ ഗസ പ്രശ്നം കൂടുതൽ രൂക്ഷമായി പോകുന്നു എന്ന തരത്തിലാണ് മനസ്സിലാവുന്നത്. സൗദി അറേബ്യയ്ക്ക് F-35 യുദ്ധവിമാനങ്ങൾ നൽകുന്നതിനെതിരെ ഇസ്രായേലിൻ്റെ എതിർപ്പ് വന്നതിന് ശേഷമാണ് ഈ ആക്രമണം കൂടുതൽ രൂക്ഷമായിട്ടുള്ളത് എന്നുകൂടി ഓർക്കണം. സ്കെൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.